ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നല്ലൊരു പ്രതിഫലവും കൂടി കിട്ടുകയാണെങ്കിൽ, ഇനി കുറഞ്ഞ രീതിയിലായാലും പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അധ്വാനത്തിന് നല്ലൊരു എന്താ പറയുക അതിനൊരു പ്രതിഫലം കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് കാര്യമായാലും നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഒരു ചെറിയ വ്ളോഗറായിട്ട് ചെറിയൊരു വ്ളോഗിങ്ങിലൊക്കെ തുടങ്ങി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അങ്ങനെ എനിക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എന്നിട്ട് കാര്യമില്ല. നമുക്ക് ക്യാഷ് കൈ കിട്ടണമെങ്കിൽ നമ്മളൊരു $100 എത്തിച്ചേരണം. അതാണ് എൻ്റെ ക്രൈറ്റീരിയ. നമുക്കറിയാം 1K സബ്സ്ക്രൈബേഴ്സും 4000 ഹവർ വാച്ച് അവറും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് മോണിറ്റൈസ് ആവുമെന്ന് അറിയിക്കാം. പക്ഷെ അതിനനുസരിച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോളർ റീച്ച് ആവുള്ളൂ. അതിനുശേഷം ഏണിങ്സ് വരണമെങ്കിൽ നമുക്ക് $100 ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡോളറിന് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ആയി. അപ്പോൾ നമ്മൾ എത്ര മണിയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം നമ്മുടെ വീഡിയോസിൽ പറയരുത് എന്നാണ്. എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത ക്യാഷ് നിങ്ങൾക്ക് ഏകദേശം അറിയാം. അപ്പം $100 കറക്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഒരു ടൂൾസ് ഓൺ ആയതിനു ശേഷം നമ്മൾ അതിനെ പ്രൊഡക്റ്റിനെ ടാഗ് ചെയ്തിട്ടും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ $100 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് ആളുകൾ നമുക്ക് എന്താ പറയുക ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടൊക്കെ നമുക്ക് കമൻസ് തരും. അപ്പോൾ നല്ല കാര്യങ്ങളെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതൊന്നും നമുക്ക് അന്ന് മൈൻഡ് ചെയ്യണ്ട, അതിനൊന്നും മറുപടി കൊടുക്കാൻ പോയില്ലെങ്കിലും അതൊക്കെ അവഗണിക്കുക എന്നുള്ളതാണ്. അപ്പം ആരാണ് നമ്മളെ പോസിറ്റീവായിട്ട്, അതിന് ബന്ധുക്കളാകാം, ഫ്രണ്ട്സ് ആവാം, ചിലപ്പം നമ്മൾ അറിയാത്ത ആളുകളായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്നെ തീരെ അറിയാത്ത ആളുകളാണ്. ഇപ്പം അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സായി മാറി. അപ്പം ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവുകയുണ്ടാവുള്ളൂ. അപ്പം ചിലർ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്കറിയാം ആരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചെറിയ എന്നെ പോലത്തെ വ്ളോഗർമാരുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് പറയാനെന്താ വെച്ചാൽ, നിങ്ങളൊരു വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല എങ്കിൽ ഒരിക്കലും നിരാശപ്പെട്ട് നിങ്ങൾ ചാനൽ നിർത്തിപ്പോകരുത്. തുടർന്നും നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻസി കൊടുക്കുക. ഇത് ഒരു സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ആ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ പബ്ലിക് ആക്കുക, അല്ലേ. പിന്നെ നമ്മളെ കോപ്പിറൈറ്റ് ഇല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇത് ആര് പഠിപ്പിച്ചെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കുട്ടിയും ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം ഞാൻ പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ IT ഫീൽഡ്. അതായത് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി ചെയ്ത് വീഡിയോ എടുക്കുക. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ, ഒരു ഫോണിൽ തന്നെയായാലും അതിലെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികളുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ പല യൂട്യൂബർമാർ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിലും പഠിച്ചെടുത്തു. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുള്ളവർക്കും അത് നിർത്തണ്ട, അത് തുറന്നുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ വീഡിയോ വൈറലായിരിക്കും. അതുപോലെ നമുക്കറിയാം 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. മോണിറ്റൈസ് ആയാൽ പോരാ, മോണിറ്റൈസ് ആയതിനു ശേഷം നമുക്ക് പല വീഡിയോസ് ഇടുന്നതിന് കൂടെ നമുക്ക് വ്യൂസ് കിട്ടും. വ്യൂസിനനുസരിച്ചുള്ള ഡോളർ കയറും. പണ്ടൊക്കെ $10 ആകുന്ന സമയത്ത് ക്യാഷ് ഡോളറിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടായിരുന്നു. ഇപ്പം ക്രൈറ്റീരിയ $100 ആണ്. അപ്പം എനിക്ക് ഈ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമുക്ക് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ വ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷനൊക്കെ ഭാവിയിൽ ഓണാവും. അതിനനുസരിച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട്. പലരും നമ്മൾ വിചാരിക്കും ഫേസ്ബുക്കിലൊന്നും കമൻസും ലൈക്കൊന്നും ഇല്ലല്ലോ, പക്ഷെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് നമുക്ക്. കാരണം അത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ വെറുതെ വിചാരിക്കുക അപ്പം നമ്മളെ കാണാനും കേൾക്കാനും ആരും ഇല്ലയെന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.